എല്ലാവരും സുജൂദ് ചെയ്യാറില്ലേ നിസ്കരിക്കുമ്പോൾ? നമ്മളൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യാറുണ്ട്. ചെയ്യുവോ? ചെയ്യാറുണ്ടോ? ഉണ്ട്. ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ വിരൽ നമ്മൾ എങ്ങനെ വെക്കണേ? ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് ചെയ്യുമ്പോൾ ചിലര് കാലിന്റെ വിരൽ ഇങ്ങനെ കുത്തി വെക്കും, ഇങ്ങനെ കുത്തി നിർത്താറുണ്ട്. ചിലരിങ്ങനെ മടക്കി വെക്കും, ചിലര് പിന്നെ ഇങ്ങനെ അങ്ങിട്ടേക്കും. 3 രീതിയിലാണ് കാല് വെക്കുന്നത്. സത്യത്തിൽ ഇതിൽ എങ്ങനെയാ വെക്കേണ്ടത്? കുത്തി വെക്കണോ, മടക്കി വെക്കണോ, അതോ തിരിച്ചു വെക്കണോ? അറിയണമെങ്കിൽ പുറകെ പോയി നിൽക്കണം. അപ്പൊ അറിയാം എങ്ങനെ വെച്ചിരിക്കണേ. നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരൽ അധികം ആൾക്കാരും ഇങ്ങനെ കുത്തിയാ വെക്കാറ്. വിരൽ ഇങ്ങനെ കുത്തി വെക്കും. സത്യത്തിൽ ആ വിരലിന്റെ അടിഭാഗം ഇങ്ങനെ മടക്കി വെക്കണമെന്നല്ലേ? നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ സുജൂദ്? സുജൂദിന്റെ മഹത്വം എന്താ? നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിന്റെ മഹത്വം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗ്ഗം വേണമെന്ന് പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, സുജൂദുകൾ അധികരിപ്പിക്കൂ സഹാബാ, സുജൂദുകൾ അധികരിപ്പിക്കൂ സഹാബാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ വേറൊരു മഖ്ലൂക്കിന്റെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യരുത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സുജൂദ് ചെയ്യുക. ഒരടിമ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോ അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ സുജൂദ് ദീർഘിപ്പിക്കണേ സഹാബാ. നിങ്ങൾ സുജൂദിനെ ദീർഘിപ്പിക്കണേ. കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. തലയുടെ മുകളിൽ പാപങ്ങൾ മുഴുവനും വന്നിരിക്കുകയാ. സുജൂദിൽ കിടക്കുമ്പോ മരത്തിൽ നിന്ന് ഉണക്കയില പൊടിഞ്ഞു വീഴുന്നത് പോലെ അതാ സുജൂദിൽ കിടക്കുന്നവന്റെ പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുജൂദിൽ കിടക്കുന്ന സമയം നിന്റെ പാപം പൊറുക്കുകയാ. നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പവഴിയാണ് സുജൂദ് ചെയ്യല്. അല്ലാഹുവിന്റെ പ്രവാചകം പറയുമ്പോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണല്ലോ സുജൂദ് ചെയ്യുന്നത്. അതുകൊണ്ട് സുജൂദാകണോ? സുജൂദിന്റെ അവയവങ്ങൾ നീ ഭൂമിയിൽ വെക്കടേ. നെറ്റിത്തടമുണ്ടല്ലോ, മൂക്കുണ്ടല്ലോ, 2 കൈപ്പത്തികളുണ്ടല്ലോ, കാലിന്റെ മുട്ടുണ്ടല്ലോ, വിരലിന്റെ അടിഭാഗമുണ്ടല്ലോ. ഈ പറയുന്ന സർവ്വ അവയവങ്ങളും വെച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് സുജൂദ് എന്ന് പറയുന്നത്. ഇതിലെ ഏതെങ്കിലും ഒരു അവയവം ഒഴിവാക്കിയാൽ അതാ പടച്ചവനെ മൂക്ക് തൊടാത്തവരുണ്ട്. സുജൂദ് ചെയ്യുമ്പോ നെറ്റി ഇങ്ങനെ കുത്തി നിൽക്കും, മൂക്ക് തൊടാറില്ല പലരും. കാലിന്റെ വിരൽ നേരെ വെക്കാറ, മടക്കി വെക്കാ. നിനക്കറിയോ അതിന്റെ പാപം എന്താന്ന്? എടാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത്. അതിനേക്കാളും വലിയ സന്തോഷമില്ല. ഒരാള് സുജൂദിൽ കിടക്കുമ്പോ അവന്റെ തലയുടെ മുകളിൽ പാപങ്ങൾ വന്നിരിക്കും, പൊഴിഞ്ഞു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സുജൂദ് നീട്ടാൻ, ഒത്തിയിട്ട് ഓടാനല്ല പറഞ്ഞത്. സുജൂദ് നീ ദീർഘിപ്പിക്കുക. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴല്ല, സുജൂദ് ദീർഘിപ്പിക്ക്. അത് നിന്റെ പാപങ്ങൾ പൊഴിഞ്ഞു വീടും, നിന്റെ പാപം പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ നെറ്റി, മൂക്ക്, കയ്യ്, മുട്ട്, കാല്, ഈ പറയുന്ന അവയവങ്ങൾ, 7 അവയവങ്ങൾ, ഇതിലെ ഏതെങ്കിലും ഒരു അവയവത്തെ നീ ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരിൽ ആ അവയവം സുജൂദിന്റെ വേളയിൽ നിന്നെ ശപിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഈ മൂക്ക് നീ തൊട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരിൽ ഈ മൂക്ക് നിന്നെ ശപിക്കും. നിന്റെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാൽ ആ അവയവം നിന്നെ ശപിക്കും സുജൂദിൽ കിടന്നിട്ട്. രക്ഷയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ നേരെ ചെയ്തില്ലെങ്കിൽ അത് അള്ളാഹുവിനെ കളിയാക്കുന്നതിന് തുല്യമാണ്.
അവസാനം ആക്കിബത്ത് വരെ മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോട്